ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഉറങ്ങിപ്പോയി കാണും അല്ലേ? ക്ഷീണം കൊണ്ട്, മഴയൊക്കെ അല്ലേ, അധ്വാനം കൊണ്ട്. പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ കാണലുണ്ട്. പിന്നെന്താ, പിന്നെ ഞാൻ ചിരിച്ച് ചിരിച്ച് സാറ് ഉറങ്ങിപ്പോയതുകൊണ്ട് ചിരിച്ച് ചിരിച്ച് ആ വീഡിയോ അല്ല ഇടണമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നേരെ ഇല്ലെങ്കിലും അത് ചിരിക്കേണ്ട ഒരു സംഭവമാണ്. വയനാട്ടിൽ ഈ പിടിപ്പിച്ച ഒരുത്തൻ രണ്ട് സഹോദരങ്ങൾ ഒരുത്തനെ കൊന്നില്ലേ? അത് കൂടോത്രാവൂലോ. അത് അത് കേരളത്തിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ കാണാനായിട്ട്? കോഴിത്തല എന്തോ പൂവും ഭസ്മവും ഒക്കെ കിട്ടി പോലോ. അതുകൊണ്ട് അതിനെ കാറിടിപ്പിച്ചു കൊന്നു. എന്തൊക്കെ സംഭവങ്ങളാ വയനാട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ മാർഗമില്ലാതെ ഗതി കിട്ടാതെ നമ്മുടെ നാട് വിട്ട് വിദേശത്ത് പോയ ഒരു വനിത നമ്മളുടെ കേരളത്തിലെ ഓരോരോ വിഷയങ്ങളെ പറ്റിയിട്ട് അവർക്കുണ്ടാകുന്ന ആശങ്ക അവർ നമുക്ക് പങ്കുവെക്കുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾ കേട്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മളുടെ നാട്ടില് കാലാകാലങ്ങളായിട്ട് പണ്ട് മുതൽ കേരളം ഗുണം പിടിക്കാത്തതിന്റെ പ്രധാന കാരണം യാതൊരു ജോലിക്കും വേലയ്ക്കും പോകാതെ വല്ലവന്റെയും തീട്ടം നക്കി മാത്രം ജീവിക്കുന്ന കുറെ തെണ്ടി പട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ഒരു ജോലിക്കും പോകത്തില്ല. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവന്റെ പിടിച്ചു പറിച്ചും തെണ്ടി തിന്ന് മാത്രം ജീവിക്കുന്ന കുറെ നായ്ക്കള്. ആ നായ്ക്കളാണ് നമ്മളുടെ കേരളത്തിന്റെ ശാപം. അത് രാഷ്ട്രീയക്കാരനായാലും വേണ്ടവില്ല, നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് കടത്തിണ്ടേൽ വായി നോക്കിയിരിക്കുന്ന നായ്ക്കളായാലും വേണ്ടവില്ല. അവരെ പറ്റിയാണ് ആ സ്ത്രീ പറയുന്നത്. അത് നിങ്ങൾ കേട്ട് സന്തോഷമായെന്ന് കരുതുന്നു. അപ്പൊ ശരി എന്നാ.